മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കർണാടക കമ്പനി രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലുള്ളത്. കൊച്ചി ആസ്ഥാനമായ CMRLുമായി നടത്തിയ ദുരൂഹമായ ഇടപാടിനെ കുറിച്ച് നടന്ന അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ വരികയും ROCയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനാവാതെ വരികയും ചെയ്തതോടെയാണ് എക്സാലോജിക്കിലേക്കും വീണയിലേക്കും അന്വേഷണം എത്തുന്നത്. വീണയ്ക്ക് ഉത്തരം നൽകാനാവാതെ പോയ ചോദ്യങ്ങൾ. 2017 മുതൽ 2022 വരെ CMRLിൽ നിന്ന് 1,72,00,000 രൂപ സേവന പ്രതിഫലമായി എക്സാലോജിക് കൈപ്പറ്റി. എന്നാൽ ഈ തുക വാങ്ങാനായി കമ്പനി നൽകിയ സേവനങ്ങൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കാനോ ഇടപാട് സംബന്ധിച്ച വ്യക്തമായ കരാർ രേഖകൾ നൽകാനോ വീണയ്ക്ക് കഴിഞ്ഞില്ല. കമ്പനി വാങ്ങിയ പ്രതിഫലത്തിന് പുറമെ വ്യക്തിപരമായി വീണ വിജയൻ 55 ലക്ഷം രൂപ CMRLിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്നും അതിന് പിന്നീട് വ്യക്തമായാൽ മറുപടി നൽകാമെന്നുമായിരുന്നു വീണയുടെ മറുപടി. എന്നാൽ ഈ മറുപടി ഒഴിഞ്ഞുമാറലാണെന്നും ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ഉന്നയിച്ചതെന്നും ROC അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു ചോദ്യത്തിന് വീണ തൈക്കണ്ടിയിൽ യോഗ്യതയുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണെന്നും അവർക്ക് സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനം നൽകാൻ കഴിയുമെന്നും എക്സാലോജിക് മറുപടി നൽകിയിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെ വ്യക്തിപരമായി IT മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകാനുള്ള കരാർ വീണയും CMRLും തമ്മിൽ ഉണ്ടാക്കിയിട്ടില്ലെന്നും കിട്ടിയ എല്ലാ വരുമാനത്തിനും ആദായ നികുതി അടച്ചിട്ടുണ്ടെന്നും വീണ പറയുന്നു. മറുപടിയുടെ ഈ ഭാഗം ദുരൂഹമാണെന്നാണ് ROCയുടെ വാദം. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് CMRLിൽ ഓഹരി പങ്കാളിത്തം ഉണ്ടെന്നത് ചൂണ്ടിക്കാട്ടി CMRL എക്സാലോജിക്കിന്റെ തൽപര കക്ഷിയാണെന്ന വാദവും കമ്പനി രജിസ്ട്രാർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ തനിക്കോ കുടുംബത്തിനോ CMRLുമായോ KSIDCയുമായോ യാതൊരു ബന്ധവുമില്ലെന്നും KSIDC ഉദ്യോഗസ്ഥർ തന്റെ അച്ഛൻ കൂടിയായ മുഖ്യമന്ത്രിക്കല്ല റിപ്പോർട്ട് ചെയ്യുന്നതെന്നുമാണ് വീണ ഇതിന് ഉത്തരമായി പറയുന്നത്. ഇതിനു പുറമെ 42 ലക്ഷം രൂപ ആദായ നികുതി കുടിശ്ശിക എക്സാലോജിക് വരുത്തിയിട്ടുണ്ടെന്നും കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ചുവെന്ന് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് നൽകിയ ശേഷവും സജീവമായി പ്രവർത്തനം നടത്തിയിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇടപാടുകളെ കുറിച്ച് തൃപ്തികരമായി വിശദീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് എക്സാലോജിക്കും CMRLും ഗുരുതരമായ നിയമലംഘനം നടത്തിയെന്ന് കമ്പനി രജിസ്ട്രാർ ആരോപിക്കുന്നത്. വീണ വിജയൻ കമ്പനീസ് ആക്ടിലെ വകുപ്പുകൾ അനുസരിച്ച് വിശ്വാസവഞ്ചനയ്ക്കും വസ്തുതകൾ മറച്ചുവെച്ചതിനും പ്രോസിക്യൂഷൻ നടപടി നേരിടണമെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ, അഴിമതി നിരോധന നിയമങ്ങളുടെ ലംഘനം എന്നിവ തെളിയിക്കാൻ ED, CBI തുടങ്ങിയ ഏജൻസികളുടെ തുടരന്വേഷണം വേണമെന്നുമാണ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുള്ളത്.